നമസ്കാരം. ഓടി നടന്ന് 5 കൊലപാതകങ്ങൾ ചെയ്ത അഫാൻ ഒരു മാനസിക രോഗിയാണ്. ഇത്തരത്തിൽ കൊടും കൊലപാതകങ്ങൾ ചെയ്ത ഒരാൾക്ക് മാനസിക സ്ഥിരത ഉണ്ടാകുമോ? അല്ലെങ്കിൽ അയാളുടെ മുന്നോട്ടുള്ള മാനസികാവസ്ഥ എന്താണ്? വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ഉയർന്ന പ്രധാന ചോദ്യം ഇതായിരുന്നു. പ്രതിയുടെ ഇപ്പോഴത്തെ ആ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന ചോദ്യം ശക്തമായിരുന്നു. മാത്രമല്ല, കൊലപാതക സമയത്ത് അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ആ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു മറുപടിയായിരിക്കുകയാണ്. ഇത്രയും കൊലപാതകം നടത്തിയിട്ടും അഫാന് മാനസികമായി യാതൊരു പ്രശ്നങ്ങളുമില്ല. മെഡിക്കൽ ബോർഡാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് മെഡിക്കൽ ബോർഡ് അഫാന്റെ മാനസികാവസ്ഥയെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ആൻസി? അതായത് ഇപ്പോ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയൊരു ചോദ്യമായിരുന്നു. അതായത് ഈ ഇത്രയും കൊലപാതകം ഓടി നടന്ന് ചെയ്തതല്ല, അപ്പൊ അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടൊക്കെ വന്ന് പോലീസിന് ആ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുണ്ട്. ഇയാളുടെ മാനസിക നിലയ്ക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പൂർണ്ണ ബോധത്തോടെയാണ് പ്രതി കുറ്റകൃത്യങ്ങൾ, അതായത് 6 പേരെ ലക്ഷ്യമിടുന്നു, 5 കൊലപാതകങ്ങൾ നടത്തുന്നു, 5 പേരെയും കൊലപ്പെടുത്തിയത് പൂർണ്ണ ബോധത്തോടെയാണ് എന്നാണ് ഈ പ്രതിയോട് സംസാരിച്ച സൈക്കോളജിസ്റ്റുകൾ അവര് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ മാനസിക നിലയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ നടത്തിയ ഈ മാനസിക നില പരിശോധനയിലാണ് കൊലപാതകവും അതുപോലെ തന്നെ ഈ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫാന്റെ മാനസിക നിലയെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും കൊലപാതകം നടത്തിയതല്ലേ, അപ്പൊ അയാളുടെ തകർന്ന അവസ്ഥയിലാണോ അതോ ഇത്രയും ചോര കണ്ടതാണോ, ഉറ്റവരെ ചോര കണ്ടതാണോ, അപ്പം എന്തെങ്കിലും മാനസികമായിട്ടുള്ള ആഘാതം അങ്ങനത്തെ യാതൊന്നും തന്നെ ഇല്ല എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. മാനസിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ചെറിയൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു സംശയത്തിന് കഴമ്പില്ല എന്ന് മനസ്സിലായിരിക്കുന്നു. മാത്രമല്ല ഇയാള് പൂർണ്ണ ആരോഗ്യവാനാണ്. ഇപ്പോൾ മാനസികമായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇപ്പോ 6 പേരെ ലക്ഷ്യമിട്ടു, 5 പേര് മരിച്ചു. ഇതിൽ കൂടാതെ കുറച്ചുപേരെയും കൂടി ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ മുത്തശ്ശി സൽമ ബിവി, പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷഹീദ, പെൺസുഹൃത്ത് ഫർസാന, ഇളയ സഹോദരൻ അഫ്സാൻ, മാതാവ് ഷെമി, ഇവരെ കൂടാതെ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം തട്ടത്തുമലയിൽ തട്ടത്തുമലയിൽ എന്തോത്തി 2 പേരെ കൂടി കൊല്ലാനായിരുന്നു അഫാൻ ആസൂത്രണം ചെയ്തിരുന്നത്. അപ്പോ ശരിക്കും അത് എന്തിനായിരുന്നു അങ്ങനെ ഇത്രയും പേരെ കൊന്നത്? അയാൾ കാരണങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ആ 2 പേരെയും കൂടി കൊല്ലാൻ ശരിക്കും എന്തായിരുന്നു അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്? അവസാന നിമിഷമാണ് ഈ 2 പേരെ കൂടെ കൊല്ലാനുള്ള പദ്ധതി ഈ അഫാൻ ഉപേക്ഷിച്ചത്. തട്ടത്തുമലയുള്ള അമ്മയുടെ ബന്ധുക്കളിൽ നിന്ന് പണം ഇയാൾ കടം വാങ്ങിയിരുന്നു. അപ്പൊ ബന്ധുക്കള് പണം തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഇവര് തമ്മിൽ തർക്കം ഉണ്ടായത്. അപ്പോ ഇതില് വലിയ വൈരാഗ്യം അഫാന് ബന്ധുക്കളോട് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പോലീസ് പുറത്തുവിടുന്നത്. അപ്പൊ മുത്തശ്ശിയെയും അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുമ്പോ അമ്മയുടെ ബന്ധുക്കളെ ഇയാള് ലക്ഷ്യം വെച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൊലപാതകങ്ങൾ ചെയ്യുന്നതിനിടെ ഇയാള് മദ്യപിച്ചിരുന്നു. അതായത് ഈ ഒരു ക്ഷീണം മാറ്റാനായിരുന്നു ഈ മദ്യപാനം. അപ്പൊ പെൺസുഹൃത്തിനെയും അഞ്ചനെയും കൊന്നതോടെ ഇയാള് വിഷം കഴിച്ചതുകൊണ്ട് ഇയാൾക്ക് വാഹനം എടുത്ത് ഡ്രൈവ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവിടേക്ക് ചെല്ലാനുള്ള ആ ഒരു ശാരീരിക ശേഷി ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്ക് ആ 2 പേരും രക്ഷപ്പെട്ടത്. അതായത് അമ്മയുടെ ഒരു ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയും കൊലപ്പെടുത്താനാണ് അഫാൻ ലക്ഷ്യമിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ ഇനിയും എണ്ണം കൂടുമായിരുന്നു. കാരണം പ്രതിക്ക് ലെവലേഷൻ പോലും കുറ്റബോധം ഇല്ലായിരുന്നു. സ്വന്തം ഉമ്മ, അനിയൻ, പ്രാണനോളം സ്നേഹിച്ച കാമുകി, പിന്നെ വാപ്പയുടെ സഹോദരന്റെ ഭാര്യ, ഇത്രയും പേരുടെ രക്തം, അതും അതിക്രൂരമായിട്ടാണ് ഇവരെ ശരിക്കും പറഞ്ഞ പൈശാചികമായിട്ടായിരുന്നു ഇവരെ ഇത്രയും പേരും കൊലപ്പെടുത്തിയത്. അതായത് 20-ൽ കുറഞ്ഞ് ഒരു ഇവരുടെ ഈ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തില് 20-ൽ കുറഞ്ഞ് ആരുടെയും മേൽ പരിക്ക് പറ്റിയിട്ടില്ല. അതായത് 20-ന് മുകളിലാണ് ഇവർക്ക് പരിക്ക് തലയ്ക്കടിച്ചിരിക്കുന്നത് 20ഓളം തവണയാണ്. സഹോദരന്റെ ശരീരത്തിൽ പോലും ഏകദേശം 22ഓളം തവണ കണ്ടുകൂടാത്ത അവസ്ഥയിലായിരുന്നു. കണ്ണൊക്കെ താഴ്ന്നു പോയി എന്നാണ് മനസ്സിലാവുക. അതെ, അതായത് ഒരു കണ്ണ് പൂർണ്ണമായും താഴ്ന്നു പോയി, ഒരു കണ്ണ് തുറച്ചു നോക്കുന്ന നിലയിലൊക്കെ ആയിരുന്നു. അപ്പൊ അത്രത്തോളം പൈശാചികമായിട്ടായിരുന്നു ഈ വീടുകളിലൊക്കെ തന്നെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളത്.
അതായത് ഈ അഫാൻ നേരത്തെ സ്വർണം, അതായത് മുത്തശ്ശിയുടെ സ്വർണം പണയം വെച്ചിരുന്നു, മോതിരം. അപ്പോ ഇനിയും കൂടുതൽ സ്വർണം വേണമെന്ന് അത് പണയം വയ്ക്കാൻ നൽകാത്തത് കൊണ്ടാണ് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത്. ഇപ്പൊ ഈ കൊലപാതകത്തിന് ശേഷം മുത്തശ്ശിയുടെ മാല കവർന്ന് വെഞ്ഞാറമൂടിലെ പണയം വെച്ചിരുന്നു. അപ്പൊ ഈ സമയം ഈ ചുള്ളാളത്തെ പിതാവിന്റെ സഹോദരൻ അഫാന്റെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പൊ തുടർന്നാണ് ഇവിടെ എത്തിയിട്ട് ലത്തീഫിനെയും ഭാര്യ ഷാഹിദിനെയും ഒക്കെ കൊലപ്പെടുത്തുന്നത്. ഇവരും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടില്ല എന്നാണ് അഫാൻ പറയുന്നത്. ലത്തീഫ് ഭയങ്കര ഉപദേശമാണ്. അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഈ ലത്തീഫിനെ കൊല്ലുന്നത് കണ്ടിട്ട് ആ സ്ത്രീ ഓടി വന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോഴാണ് അവരെ കൊന്നത്. അതായത് ഒരു സൈക്കോ കില്ലർ എന്നും പറയേണ്ട രീതിയിലുള്ള ഒരു കില്ലറാണ്. എന്നിട്ട് പോലും അയാളുടെ മാനസികാവസ്ഥയ്ക്ക് യാതൊരു പ്രശ്നമില്ല. അതെ, അതായത് ഈ ചുള്ളാത്ത കൊലപാതകങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് പെൺ സുഹൃത്ത് ഫർസാനെ വീട്ടിലേക്ക് വരുത്തുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതായത് ഈ ഫർസാന എന്ന് പറയുന്നത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ട്യൂഷൻ എടുത്തും സ്വന്തമായിട്ടൊക്കെ പഠിച്ചു, എന്താ പറയാ, അത്രത്തോളം കഴിവ് തെളിയിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോ കാമുകനെയും അത്രത്തോളം അവള് സ്നേഹിച്ചിരുന്നു. അപ്പോ കാമുകനെ കാണാനായി കാമുകൻ വിളിച്ചപ്പോ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോ അതായത് ഇവര് വീട്ടിലേക്ക് എത്തിയ ശേഷം മുറിയിലോട് ഇരിക്കാനാണ് അഫാൻ പറഞ്ഞത്. അപ്പൊ ഇത് പ്രകാരം എത്തിയപ്പോഴാണ് താൻ ഇത്രയും കൊലപാതകം നടത്തിയെന്ന് കാമുകിയോട് പറയുമ്പോൾ ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് പറയുന്ന ആ ഒരു വാക്കോടുകൂടി തന്നെ കാമുകിനെയും അതിദാരുണമായിട്ട് കൊലപ്പെടുത്തുന്നത്. ഈ സഹോദരൻ സ്കൂളിൽ നിന്ന് വരുന്നത് വരെ അഫാൻ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോ എല്ലാവരും പറഞ്ഞത് സഹോദരൻ ഇഷ്ടപ്പെട്ട മന്തി വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് കൊലപാതകം. ഒരിക്കലും അല്ല, അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടത് അഫാന്റെ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അരമണിക്കൂറോളം ഗ്യാപ്പ് വരുത്താനായി ഈ മന്തി വാങ്ങിക്കുന്നിടത്തേക്ക് സഹോദരനെ പറഞ്ഞിരിക്കുന്നു. ശേഷം തിരിച്ചു വാങ്ങി ആ വാതിൽക്കൽ എത്തുമ്പോൾ തന്നെ ഉമ്മാനെ അന്വേഷിക്കുമ്പോൾ താൻ ഇത്രയും വലിയൊരു കൊലപാതകം നടത്തി എന്ന് സ്വന്തം സഹോദരനോട് അറിയിക്കുകയും മാവിട്ട് നിലവിളിക്കുകയാണ് ആ സഹോദരൻ. ആ സമയത്ത് തന്നെയാണ് ഈ സഹോദരനെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അതായത് ഈ മന്തി വാങ്ങിയ ബാലൻസ് 500 രൂപയുടെ നോട്ടുകളും ഒക്കെ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളതാണ്. അതായത് സിറ്റ് ഔട്ടിൽ ആ സമയത്ത് വസ്ത്രങ്ങളൊക്കെ ഈ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമേ അതിനുശേഷം ഈ കൊലപാതകം കഴിഞ്ഞിട്ട് കുളിച്ച് പ്രതി കുടിക്കുന്നു. അതിനുശേഷം എലിവിഷം കഴിക്കുന്നു. അതിനുശേഷമാണ് പ്രതി സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത്. അപ്പോ അതിക്രൂരമായിരുന്നു കൊലപ്പെടുത്തിയെന്ന് തന്നെ റിപ്പോർട്ടുകൾ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തി അങ്ങനെ ആ ഒരു വേദനയോ ഒന്നും തന്നെ പ്രതിക്ക് ഈ നിമിഷം വരെ ഇല്ല. നീചനായ പ്രതി എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും നീചനായ പ്രതി എന്നതിനേക്കാൾ ഉപരി ബുദ്ധിമാനായ, എന്ത് പ്ലാനിങ് ആണ്, വലിയ പ്ലാനിങ് ആയിരുന്നില്ലേ ഇത്രയും പേരെ കൊലപ്പെടുത്താൻ വേണ്ടിട്ട്. അഫ്സാന്റെ തലയിൽ 22 തവണയാണ് ചുറ്റി കൊണ്ട് അടിച്ചിട്ടുള്ളത്. അപ്പൊ തലയ്ക്ക് അടിച്ചതിന് ശേഷമാണ് ഈ സൽമാ ബീവിയുടെയും ഫർസാനയുടെയും നെഞ്ചത്ത് ചുറ്റി കൊണ്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ തലക്കേറ്റ അടിയാണ് എല്ലാവരുടെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും പറയുന്നത്. 5 പേരുടെ തലയൊട്ടി തകർന്നു. അപ്പോ പെൺകുട്ടിയുടെ അനുജന്റെ തലയെ പലതവണയാണ് അടിച്ചിട്ടുള്ളത്. അതായത് നിഷ്ഠൂരമാണ്. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരെ തന്നെ അത് നിഷ്ഠൂരമായിട്ടാണ് കൊലപ്പെടുത്തിയതിന്. അപ്പൊ പ്രതിക്ക് ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇതുമില്ല. ഞാൻ കൊന്നു, അല്ലെങ്കിൽ എന്റെ അനിയനെ കൊന്നു, എന്റെ അമ്മയെ ഉപദ്രവിച്ചു, അങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ മാനസിക വിദഗ്ധർ തന്നെ പറയുന്നു മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല, പൂർണ്ണ ബോധത്തോടെയാണ് ചെയ്തത്, അതിന് ശേഷവും യാതൊരു പ്രശ്നവുമില്ല. കടബാധ്യതകളൊക്കെയാണ് ഈ ബന്ധുക്കളിൽ നിന്നുണ്ടായ അപഹരണം, ഇത് ഈ കൊലപാതകത്തിന് കലാശിച്ചതൊക്കെയാണ് കാരണമില്ലല്ലോ. അതെ, കടബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന മൊഴിയിൽ തന്നെ അപ്പൊ ഉറച്ചു നിൽക്കുകയാണ് അഫാൻ അല്ലെ. അതെ, കടബാധ്യത ഇത് തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഇത്രയും പേരെ കൊലപ്പെടുത്തിയത് പണം ചോദിച്ചിട്ട് തന്നില്ല, പണം ചോദിച്ചിട്ട് തരാത്തവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്രയും കടബാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അമ്മയെ കൊലപ്പെടുത്തി, അനിയനെ കൊലപ്പെടുത്തി, കാമുകി ഒറ്റയ്ക്കാകുന്നവരെ അവളെ കൊലപ്പെടുത്തി. അപ്പോ ഈ അഫാൻ ഇങ്ങനെ മൊഴി പറയുമ്പോഴും അച്ഛൻ ഗൾഫിലാണല്ലോ. അപ്പൊ പുള്ളിക്ക് ഇതൊന്നും അറിയില്ല. എത്രയധികം സാമ്പത്തിക ബാധ്യതയാണ് എന്റെ വീട്ടിലുള്ളതെന്ന കാര്യം അദ്ദേഹം 15 ലക്ഷം രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ. അത് താൻ തന്നെ വീട്ടിൽ നിന്നാണ് റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം ആ പിതാവിനെ അറിയുള്ളൂ. അഫാൻ ഇത്രയും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിൽ മാത്രമായിരിക്കും ആ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരിക.
പിന്നെ അന്വേഷണ വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. ഈ കടത്തെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു നടക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നായിരുന്നു അല്ലെ, ഈ ഡയറിയിലൊക്കെ മറ്റും എഴുതിയിരുന്നതായിട്ട്. അതെ അതെ അതെ. മാത്രമല്ല മാത്രമല്ല ഈ കൊലപാതകങ്ങൾ നടക്കുന്ന തലേ ദിവസം അവർ ഒരു വീട്ടിൽ പോയിരുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ആ സംഭവം? അത് ശരിക്കും ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്ന വിവരം അനുസരിച്ച് ഈ ഉമ്മ ഇപ്പോഴും ചികിത്സയിലാണല്ലോ, ഷെമി. അപ്പോ ആ ഉമ്മ പറഞ്ഞ ഒരു വെളിപ്പെടുത്തലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ, ഇവർക്ക് വലിയ രീതിയിലുള്ള ചിട്ടി ഉണ്ടായിരുന്നു, ചിട്ടി വഴി പണം പോയി, അങ്ങനെ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡയറി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഇവർ ഈ ചിട്ടി നടത്തിയൊക്കെ റഹീമിന് അറിയാവുന്ന സംഭവമാണോ? അറിയില്ല അവർക്ക് അറിയില്ലാന്ന് തോന്നുന്നു. കാരണം റഹീമിന് ഇവർക്ക് ഇത്രയും കടം ഉണ്ടായിരുന്നതായി റഹീമിന് പോലും അറിവില്ല. അറിവിൽ പോലും 15 ലക്ഷം രൂപ കൂടാതെ പെൺസുഹൃത്തിന്റെ ഒരു മാല വാങ്ങി സ്വർണം പണയം വെച്ചിരുന്നു. അതിന് 60,000 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എടുത്തു കൊടുക്കാം. പക്ഷെ അതും എടുത്തു കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്രത്തോളം കടബാധ്യതകൾ ഇവർ ഒളിപ്പിച്ചു വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കടബാധ്യത വരുത്തിയത് എന്നുള്ളതും ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. അപ്പൊ ഈ ഡയറിയില് ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അഫാന്റെ മാതാവ് ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് മൊഴി നൽകിയിട്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിയായിട്ട് തെളിവെടുപ്പ് നടത്താൻ വേണ്ടി തെളിവെടുപ്പിന് ശേഷം ഡയറി പോലീസ് പരിശോധിക്കും. അപ്പോ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് ഈ പണം അല്ലെങ്കിൽ ഇത്രയും കടം വന്നത്, എന്തൊക്കെ കാരണങ്ങൾക്കാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കാം. പിന്നെ ഈ കൊലപാതകം നടക്കുന്നതിന് തലേ ദിവസം ഒരു സംഭവം ഉണ്ടായത്, ഈ അഫാനും ഉമ്മയും കൂടി ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോൾ ഈ ബന്ധുവിന്റെ മരുമകളുടെ വസ്തു ബാങ്കിൽ പണയപ്പെടുത്തി വായ്പ എടുത്തിരുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഷെമിയും അതുപോലെ തന്നെ അഫാനും അവരുടെ വീട്ടിൽ ചെന്നത് 50,000 രൂപ കടം ചോദിക്കാനായിരുന്നു. 50,000 രൂപ കടം വേണമെന്നും വളരെ അത്യാവശ്യമാണ്, ഇപ്പൊ തന്നെ നമുക്കറിയാം അത്രയും കടത്തിൽ നിൽക്കല്ലേ. അപ്പോൾ അവര് പല വഴികൾ തേടി, എങ്ങനെയെങ്കിലും ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പല വഴികൾ തേടി. പക്ഷെ ചെന്ന വഴികളെല്ലാം അടയപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു അവർ ചെന്നെത്തിപ്പെട്ടത്. അപ്പൊ ഈ 50,000 രൂപ കടം ചോദിച്ചപ്പോൾ അവർക്ക് ഈ ആരോടാണ് ചോദിച്ചത്, അവരുടെ കയ്യിൽ പണമില്ല. അപ്പൊ അവരത് അങ്ങനെ തന്നെ മറുപടി പറഞ്ഞു, കൈവശം പണമില്ല. മാത്രമല്ല അവര് ഒരുപാട് പൈസ തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ആ നൽകിയ പണമല്ല ഇനി എപ്പോ തിരിച്ചു തരും, അത് ഞങ്ങൾക്ക് വേണം എന്നൊരു രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. അപ്പോ ഇത്തരത്തില് ഒരു മറുപടി കേട്ടപ്പോ അവര് തിരിച്ചുപോയി. മാത്രമല്ല ഈ കൊലപാതകം നടന്ന ദിവസവും ഷമി ഇവരെ വിളിച്ചിട്ട് ഈ പണം എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിച്ച് തരാമോ എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അപ്പൊ അന്നത്തെ ആ ഒരു ദിവസം അല്ലെങ്കിൽ അവര് ഒരു 50,000 രൂപയ്ക്ക് വേണ്ടി അവർ ഓടണമെങ്കിൽ എന്തോ വലിയൊരു ആർക്കെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പണം ചോദിച്ചിട്ടിരിക്കുകയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരിക്കണം. അതുകൊണ്ടല്ലേ ഇത്രയും ഒരു തലേ ദിവസം അവർ വീട്ടിൽ പോയി പണം ചോദിക്കുന്നു, പിറ്റേന്ന് വിളിച്ച് ചോദിക്കുന്നു അല്ലെ, അതിന്റെ അന്ന് തന്നെ ആ കൊലപാതകം നടക്കുന്നു. അപ്പോ എന്തെങ്കിലും ഒരാൾ അല്ലെങ്കിൽ പൈസ ചോദിക്കില്ല. ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നതിനിടയ്ക്കും പ്രതി ഈ മുത്തശ്ശിയുടെ സ്വർണം പണയം വെച്ച് ആ കടങ്ങൾ വീട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോ അത്രയും എന്തോ വലിയൊരു നിൽക്കാന്ന് പറയില്ലേ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വന്ന് മുട്ടുക അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഭയങ്കരമായിട്ട് പണം വേണം അല്ലെങ്കിൽ ഇപ്പൊ വേണം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കണം കടക്കാര് അല്ലെ. അതുകൊണ്ടല്ലേ അവർ ഓടി 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഇവർക്കുണ്ടെന്നാണ് പറയുന്നത്. അത് നിസ്സാരമായിട്ടുള്ള ഒരു തുകയൊന്നുമല്ല. അപ്പൊ ഓടി നടക്കില്ലായിരുന്നു. അപ്പൊ പോയി ചെല്ലുന്ന വഴികളെല്ലാം അടയപ്പെടുന്നു. അപ്പൊ ഒരു ആ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതില്ല. പക്ഷെ ഒരിക്കലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല. എന്ത് മാനസികാവസ്ഥയിലായാലും ഈ കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ എന്തായാലും കൂടുതൽ കേസുകൾ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണെന്നാണ് അതിനർത്ഥം. ഇപ്പോ 5 കൊലപാതകവും ഉമ്മയെ ആക്രമിക്കൽ, അങ്ങനെ 6 കേസാണ് പ്രതിന്റെ പേരിലുള്ളത്. അപ്പോ അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. ഇത്രയും ദിവസം മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലായിരുന്നു. അപ്പോ ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോ അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമ്മൂട് പോലീസ് അഫാന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഡോക്ടർമാർ അനുവാദം നൽകിയാൽ പ്രതിയെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് മാറ്റും. അറിയില്ല ഇപ്പൊ എന്താണ് സ്ഥിതി എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് അയാളെ ഇന്ന് തന്നെ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. പിന്നെ ജയിലിലേക്ക് മാറ്റിയാൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അഫാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തും. പിന്നെ ഈ കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നിർണായകം. പ്രത്യേകിച്ച് ആ ചുറ്റിക വെച്ചാണ് എല്ലാവരെയും ഉപദ്രവിച്ചത്. ആയുധമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വ്യക്തമാകേണ്ടത് അല്ലെങ്കിൽ ഇനി വളരെ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യത, ഈ സാമ്പത്തിക ബന്ധങ്ങൾ. ഇത്രയും വലിയൊരു കടം വരാൻ വേണ്ടി മാത്രം എന്താണ് അവർ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കുടുംബം ഈ കടബാധ്യതകൾ നിൽക്കുമ്പോഴും ഇവര് ആർഭാടം
ആർഭാട ജീവിതമാണ് നയിച്ചതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവര് ഒരിടത്ത് നിന്ന് കടം വാങ്ങി മറ്റൊരിടത്തേക്ക് കൊടുത്തത് റോൾ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പിതാവിന് നാട്ടിലെത്താൻ കഴിയുന്ന സാഹചര്യമല്ല, അവിടെ തന്നെ കൂടുതൽ കേസുകളിലൊക്കെ പെട്ടിരിക്കുകയായിരുന്നു. അപ്പോ പിതാവിനെ ഇവരറിയിക്കാത്ത അത്രത്തോളം സാമ്പത്തിക ഇടപാടുകൾ ഇവർ എന്തിനു നടത്തി, എന്തുകൊണ്ടായിരുന്നു ഇവർ അങ്ങനെ നടത്തേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് ഇവർ ആർഭാട ജീവിതം തന്നെ നയിച്ചിരുന്നത്, അതൊക്കെ ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. അതെ, അതിലൊക്കെ ഇനി ഒരു വ്യക്തത, വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആ കാര്യങ്ങൾ ഒരു വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. പിന്നെ നമുക്കറിയാലോ അല്ലെ, ആഡംബര ജീവിതവും ഇതിലൊരു കാരണം തന്നെയാണ് അല്ലെ. അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാൻ, അപ്പുറത്തേക്ക് നമ്മൾ അത് വേണം അല്ലെങ്കിൽ മറ്റത് വേണം മറിച്ചത് വേണം എന്നൊരു രീതിയിലേക്ക് ആർത്തി പിടിച്ച, അല്ലെങ്കിൽ ഒരുപാട് അത്യാഗ്രഹം വന്ന, പണ്ട് മുതലേ നമ്മൾ കുഞ്ഞിലെ മുതലേ പഠിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് അത്യാഗ്രഹം ആപത്ത് എന്ന്. അപ്പോ അത്യാഗ്രഹം എവിടെ വന്നോ, ഉള്ളതിനേക്കാൾ ഓവറായിട്ടൊരു ആഗ്രഹം എവിടെ വന്നോ അവിടെ ആപത്ത് ഉണ്ടാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് തോന്നുന്നു ഈ ന്യൂ ജനറേഷൻ മക്കൾക്ക് ഒരു സങ്കടം വരുന്നത് മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം. കാരണം ഏത് വിധേനയും കഷ്ടപ്പെട്ടാണെങ്കിലും മക്കൾക്ക് വേണ്ടതൊക്കെ അവര് നേടിക്കൊടുക്കാനാണ് ഇപ്പോഴത്തെ തലമുറയിലെ മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. അത് കാരണം തന്നെ ഒരു ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും കൊലപാതകം, ആത്മഹത്യ, അങ്ങനെ പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെയാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആർക്കും ഒരിക്കലും ഇപ്പോ യാഥാർത്ഥ്യത്തിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക ശേഷിയില്ല. അതായത് ശരിക്കും പറഞ്ഞ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ തരണം ചെയ്യാനാകാതെ തളർന്നു പോവുക. പെട്ടെന്ന് ഒന്നുകിൽ ഈ പറയുന്ന കണക്ക് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കൊലപാതകമായിരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യയായിരിക്കാം. ഇത് കൂട്ടാത്മഹത്യയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതെ, അപ്പോ അതിന് കഴിയാതെ വന്നപ്പോഴാണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അഫാൻ തന്നെ ഈ പറഞ്ഞ ഈ ഒരു ക്രൂരകൃത്യം, അതായത് അവർക്ക് ആർക്കും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലെന്ന് അഫാൻ അറിയാം. അപ്പോ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇത്രയും ക്രൂരമായിട്ടൊരു കൊലപാതകം, ആരും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായ കൊലപാതകം, എന്തുകൊണ്ട് സ്വന്തം ശരീരത്തിൽ ഇയാൾ ആ മുറിവുകൾ ഏൽപ്പിച്ചില്ല? 13 വയസ്സുകാരൻ ചെയ്തതാണിത്. അതും സ്വന്തമായിട്ട് ഒരു എലിവിഷം മാത്രമാണ്. അത് കഴിച്ചാൽ എത്രത്തോളം ഇയാൾ ജീവിക്കുന്നു മരിക്കുമെന്ന് ഇത്രയും ക്രൂരകൃത്യം നടത്തി ആ പ്രതിക്ക് കൃത്യമായി അറിയാം. എന്തുകൊണ്ടാണ് അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? അപ്പൊ അത്രത്തോളം എന്താ പറയാ, ഒരു ദുഷിച്ച മനസ്സ് പോലും ഒരു ചുരുങ്ങിയ ഇടവേള കൊണ്ട് ആ പ്രതി നേടിയെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ചിന്തിക്കുന്നത് ഇയാൾ എങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ നോർമലായിട്ട് ഇരിക്കുന്നു എന്നാണ്. കാരണം ഇത്രയും സ്വന്തം കൂടപ്പിറപ്പുകളെയും സ്വന്തം ഉമ്മയെയും ബാക്കി ഇത്രയും പേരെ കൊലപ്പെടുത്തിയിട്ട് ഒരു അല്പം പോലും സ്റ്റേഷനിലേക്ക് പോകുമ്പോലും സുഹൃത്തിനോട് ചാവിയൊക്കെ കയ്യിൽ വെച്ച് എന്താ കറക്കിയിട്ട് ചെന്ന് പറയാം, ഞാനൊരു 6 കൊലപാതകം നടത്തി, ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് ഒപ്പിട്ടിട്ട് വരാം എന്നൊക്കെയാണ് പ്രതി പറഞ്ഞത്. എന്താണ് മാനസികാവസ്ഥ അല്ലേ? ഒരല്പം പോലും ഒരു മനസാക്ഷി ഇല്ലാത്ത അതിക്രൂരനായിപ്പോയി. ആ ക്രൂരന്റെ ചുറ്റിലും ആയിപ്പോയി കൊല്ലപ്പെട്ടവരെല്ലാം. എന്ത് പറയാൻ, അവിടെ അല്ലെ, അവിടെ ഒരു അഫാനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ തന്നെ എന്താ പറയാ പൈശാചികമായി കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ. അതിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ടു നിൽക്കുന്നത് മാതാവ് ഷെമി മാത്രമാണ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രൂര കൃത്യം എന്തുകൊണ്ട് അഫാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഒരു 80% ഉത്തരം പറയാൻ കഴിയുക ഉമ്മയ്ക്ക് തന്നെയാണ്. പക്ഷെ ഉമ്മ എന്താ ചെയ്തത്? അതെ, ഉമ്മ സ്വന്തം മകനെ സംരക്ഷിക്കുക എന്നാ. കാരണം എനിക്ക് തോന്നുന്നു ഉമ്മ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഇളയ മകന്റെ മരണം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇളയ മകന്റെ മരണം അറിഞ്ഞിട്ടില്ല, പക്ഷെ ആക്രമിച്ചു എന്ന രീതിക്ക് തന്നെ ഷെമീനെ അറിയിച്ചതായിട്ടാണ് ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. പക്ഷെ ഇപ്പോഴും മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും ഷെമി ആവർത്തിച്ചത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു. മകനെ സംരക്ഷിക്കാനുള്ള ആ ഒരു അമ്മയുടെ മനസ്സാണ്. ഓക്കെ, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ എന്നിപ്പോലും ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം ഉമ്മയാണോ ഉപദ്രവിച്ചത്, അങ്ങനെ കുറച്ച് ദുരൂഹതകൾ ഉണ്ടല്ലേ. ഉമ്മയ്ക്ക് അറിയില്ലാന്ന് തോന്നുന്നു മകൻ മരിച്ച, ഇളയ മകൻ മരിച്ച കാര്യം. പിന്നെ ഇളയ മകൻ കൊല്ലപ്പെട്ടത് ഏറ്റവും അവസാനമാണ്. അപ്പോൾ അതുവരെയും ബാക്കിയുള്ളവരെയൊക്കെ ആദ്യം കൊല്ലുന്നത് മുത്തശ്ശിയെയാണ്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ ശേഷം പിതാവിന്റെ സഹോദരനെയും സഹോദരിയും കൊലപ്പെടുത്തുന്നുണ്ട്. ഈ 3 കൊലപാതകങ്ങളും ഷെമീനെ അറിയിച്ചതിനു ശേഷമാണ് ഷെമീനെ ഉപദ്രവിച്ചത്. ഷെമിയെ ഉപദ്രവിച്ചതിനു ശേഷമാണ് ഈ കാമുകീനെയും പിന്നെ സഹോദരനെയും കൊലപ്പെടുത്തിയത്. അപ്പൊ ഷെമിക്ക് 2 കൊലപാതകത്തിന്റെ കാര്യം അറിയാം, എന്നിട്ടും കട്ടിലിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തിന് അമ്മ മനസ്സൊക്കെ നമ്മൾ സമ്മതിക്കുന്നു, മകനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ മകനോട് സ്നേഹം ഉണ്ടാകും, മകനെ സംരക്ഷിക്കാൻ നോക്കും, മകനൊന്നും വരാതിരിക്കാൻ നോക്കും. പക്ഷെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ
പറ്റുന്നില്ല ഇത് അല്ലേ? അതെ, വല്ലാത്തൊരു കൊടും ക്രൂരത. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? മകനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അത് ഏതൊരമ്മ എടുക്കേണ്ട ധീരമായ നിലപാട് തന്നെയാണ്. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷയ്ക്ക് അർഹനാണ് എന്നൊരു നിലപാട്, അത്രയും ഒരു തീരുമാനം അമ്മയുടെ നാവിൻ തുമ്പത്താണ് ഇരിക്കുന്നത് അല്ലെ. ബാക്കി പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അമ്മ അറിയുന്നില്ല, അമ്മയെ ഒരിക്കലും വിമർശിക്കുന്നില്ല. അമ്മയുടെ മനസ്സ്, ഒരു അമ്മ മനസ്സ് എപ്പോഴും മക്കളെ സംരക്ഷിക്കാനേ അമ്മമാര് വിചാരിക്കുള്ളൂ, അറിയാം. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ടി വന്നു. അതെ, എന്തായാലും പോലീസ് അമ്മയുടെയും പിതാവ് റഹീമിന്റെയും കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തും. കാരണം ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെ വന്നു എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ സാമ്പത്തിക സ്രോതസ്സുകള് ആരൊക്കെയാണ് സഹായിച്ചത്, എന്ത് കാരണം കൊണ്ടാണ് ഇവര് അതൊക്കെ ചെയ്തത് എന്നൊക്കെ എല്ലാം കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഈ ഒരു കൊലപാതകങ്ങളുടെ ഒരു ചുരുളഴിയുകയുള്ളൂ. ശരിക്കും ഈ പുതിയ തലമുറയെ പറ്റി പറയുകയാണെങ്കിൽ 2K കിട്ട് എന്നൊക്കെ നമ്മള് 90s കിട്ട് 2K കിട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും പുതിയ തലമുറ വല്ലാതെ അസ്വസ്ഥരാണ്. നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ അനിത തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഈ ഒരു വർഷം തുടങ്ങിയത് മുതൽ കേൾക്കുന്നത് മുഴുവൻ ഫുള്ള് ഈ കേരളം എന്താ ഇത്രയും അധംപതിച്ചു പോയോ ഈ ക്രൂരതയുടെ കാര്യത്തിൽ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് തുടക്കം മുതൽ, ഈ ന്യൂ ഇയർ മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. അതേ ഇപ്പോ മാർച്ചിലും സ്ഥിതി വ്യത്യാസമൊന്നുമില്ല, ഓടി നടന്ന് 5 കൊലപാതകം ചെയ്തു. പുതിയ തലമുറ വല്ലാതെ അസ്വസ്ഥരാണ്. ആ 10ാം ക്ലാസ്സിലെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല, കടക്കുന്നില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് അടിക്കാൻ വേണ്ടി കോവിഡിന്റെ പേരിൽ അടിച്ചു കൊന്നത്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? പുതിയ തലമുറ വല്ലാതെ അസ്വസ്ഥരാണ്. എവിടെയും കടുത്ത മത്സരം, കുട്ടികൾക്ക് ശത്രുതാ മനോഭാവം. ഈ ലഹരി എല്ലാം പറയുമ്പോൾ ലഹരിന്റെ മുകളിലോട്ട് ഒരു ചർച്ചയും കൊണ്ടങ്ങ് പോകും. ലഹരിയിൽ മാത്രം ഒതുക്കേണ്ടതല്ല ഈ ഒരു വിഷയത്തിലുള്ള ചർച്ച. ഒരുപാട് കാര്യങ്ങൾ നമ്മള് കുട്ടികളെ, ഈ പുതിയ തലമുറയെ നല്ല വഴിക്ക്, അല്ലെങ്കിൽ അവർ ഇത്രയും ക്രൂരരാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലഹരിയിൽ മാത്രം കൊണ്ട് ഒതുക്കരുത്. അഫാൻ ലഹരി മാത്രം ഉപയോഗിച്ചിട്ടില്ല, അവൻ മദ്യത്തെയാണ് ആശ്രയിച്ചത്. എന്നിട്ടും ഇത്ര ക്രൂരകൃത്യം അവൻ ചെയ്യാൻ കഴിഞ്ഞു. ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയപ്പോ പ്രധാന വിഷയം ലഹരി ഉപയോഗിച്ചിരുന്നു, മറ്റു പല ലഹരികൾ ഉപയോഗിച്ചിരുന്നു എന്നായിരുന്നു. തീർച്ചയായും അവൻ മറ്റു പല ലഹരികൾ ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ മദ്യം ഉപയോഗിച്ചിരുന്നു. എന്നിട്ടും ഇത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവൻ. അതെ. അപ്പോ തീർച്ചയായിട്ടും ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു. വല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും, ഓരോ മാസവും, ഇന്ന് തന്നെ ഇപ്പോ തിരുവനന്തപുരത്ത് മരുതൻകുഴിയിൽ ഒരു ആത്മഹത്യ, അത് പരീക്ഷ പേടി. നമ്മളിങ്ങനെ ദിവസം തോറും ഇങ്ങനെ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ ഭയങ്കര നെഗറ്റിവിറ്റി ആയിട്ട് ഭയങ്കര ഒരു രീതിയിലേക്ക് അതിക്രമവും അക്രമവും ഈ ഒരു നെഗറ്റിവിറ്റി ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനൊരു വിരാമം വേണം, ശരിക്കും അങ്ങനെ ഒരു വിരാമം വേണം. അല്ലെങ്കിൽ നാളെ ഞാനാണോ കൊല്ലപ്പെടുക എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിനൊരു പോക്ക് അല്ലെ. അതെ, കോവിഡിന് ശേഷം ഈ മൊബൈൽ ഉപയോഗം കൂടിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരകൃത്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി തുടങ്ങിയത്. കാരണം കുട്ടികളിൽ മൊബൈൽ ഫോൺ കിട്ടി തുടങ്ങിയ ശേഷം അതൊരു അഡിക്ഷൻ ആകുന്നു. കുട്ടികൾക്ക് എന്താ പറയാ, രഹസ്യമായിട്ടുള്ള ചാറ്റിങ്ങുകൾ, അവർക്ക് മറ്റു പല പ്ലാനിങ്ങുകളും, അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് കടന്നത്. പക്ഷെ നടക്കുന്നത് മറ്റു പലതുമാണ്. അതൊക്കെ മാതാപിതാക്കൾ തിരിച്ചറിയുക, തെറ്റ് കണ്ടാൽ അത് തെറ്റ് എന്ന് പറഞ്ഞു തന്നെ അവരെ തിരുത്താൻ പഠിപ്പിക്കുക. എന്തുണ്ടെങ്കിലും ധൈര്യത്തോടെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചങ്കുറപ്പ് അവർക്ക് നൽകുക. അതല്ലാതെ മരണത്തെയും ആത്മഹത്യയെയും കൂട്ടക്കൊലപാതകങ്ങളെയും ആശ്രയിച്ച് തേടിപ്പോയി ജയിൽവാസം കഴിയേണ്ടവരല്ല നമ്മുടെ യുവ തലമുറ എന്ന് പറയുന്നത്. തെറ്റ് ചെയ്തത് സ്വന്തം കുഞ്ഞായാലും ആരായാലും അത് ശിക്ഷിക്കപ്പെടണമെന്നൊരു നിലപാട് അത് എല്ലാ മാതാപിതാക്കളും അത് സ്വീകരിക്കണം തന്നെയാണ്. എന്റെ കുട്ടി അന്ന് ശിക്ഷയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷയിൽ ഒഴിഞ്ഞു മാറണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം മകനായാലും മകളായാലും ശിക്ഷിക്കപ്പെടണം എന്ന നിലപാട് തന്നെ എല്ലാ മാതാപിതാക്കളും എടുക്കുക തന്നെ വേണം. തീർച്ചയായും.